ഇത് മാസ് മോട്ടോഴ്സാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. B6 മുള്ള വണ്ടിയാണ്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അതേപോലെ വാട്ടർ സർവീസ് ചെയ്യുക. ചെയിൻ്റെ ഭാഗത്ത് സൗണ്ട് ഉണ്ട്. സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ പാർക്ക് ബൾബ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് മർനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മീറ്ററിനകത്ത് മാത്രമല്ല, ബാക്കിലത്തെ ടൈൽ ബൾബ് കംപ്ലയിൻ്റ് ഉണ്ട്. അതും കൂടി മാറ്റണം. അത് കരിഞ്ഞിരിക്കുകയാണ്, ഒരു പോയിൻ്റ് ഇല്ല. പിന്നെ മീറ്ററിനകത്ത് ബൾബ് പോയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. കേബിളിൻ്റെയാണ് അത്. വേറെ നമുക്കൊന്നും ചെയ്ത് നടക്കില്ല, കേബിൾ മാറ്റിയിടാനേ പറ്റുള്ളൂ. പിന്നെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്കാണ്. ഈ സൈഡ് ഓയിൽ ലീക്ക്, ഓയിൽ നനവ് കാണിച്ചു തുടങ്ങിയാണ് കേട്ടത്. അപ്പോൾ ഞാൻ ആ പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡസ്റ്റ് ഗ്യാപ്പ് നോക്കി പോയി. അപ്പോൾ നിലവിൽ അതിൻ്റെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഓയിൽ സീലിനകത്തുണ്ടല്ലോ, ഡസ്റ്റ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഓയിൽ സീലിൻ്റെ ഭാഗത്ത് തുരുമ്പിട്ടിരിക്കുന്നുണ്ട്. കൈയോടെ അഴിച്ചാൽ അതിൻ്റെ ഓയിൽ സീൽ ഓയിലൊക്കെ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഈ സ്റ്റീൽ പൈപ്പ് കംപ്ലയിൻറ്റ് വരും. അത് ഇനിയിപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഈ നമുക്ക് പുറമെ കാണുന്ന ഭാഗത്ത് പ്രശ്നമില്ല, പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് വന്നിട്ട് നമുക്ക് അഴിച്ച് പീസാകുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റേജിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കൈയോടെ ആ ഓയിൽ സീൽ മാറ്റിയിടാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് അവിടെയാണ് തീർന്ന് പൊക്കോളും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് പറയും. ഞാനതിനകത്ത് എസ്റ്റിമേറ്റിൽ ഇപ്പോൾ നമ്മൾ ഫോർക്ക് ഓയിൽ സീലും കൂടി മാറ്റുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് കാണിക്കാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോകണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഞാൻ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ സർവീസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകാം. സ്പോക്കൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ നല്ല ടയറാണ്. ഹബിനകത്ത് വേറെ പറയുന്നത് കംപ്ലയിൻറ്റ്, വീൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ സ്പോക്കറ്റ് നല്ല രീതിയിൽ അടിയുണ്ട്. ചെയിൻ വലിയ പഴക്കമില്ലാത്ത ചെയിനാണ്. പക്ഷേ ഈ ചെയിൻ കണ്ടോ നല്ല രീതിയിൽ ഓവലായി പോയി കിടന്നു, നല്ലോണം ലൂസായി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ചെയിനിന് ഒരു തുള്ളി ഓയിലോ ഗ്രീസോ ഒന്നുമില്ല. ചെയിൻ ഡ്രൈ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെയിന് വലിയ പഴക്കമില്ല. ചെയിൻ സ്പോക്കറ്റ് വലിയ പഴക്കമുള്ള ചെയിൻ സ്പോക്കറ്റ് അല്ല. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഓടുകയും ഒരുപാട് ലൂസായിട്ട് കിടന്ന് ഓടുകയും ചെയ്യുമ്പോൾ ചെയിൻ പെട്ടെന്ന് വലിഞ്ഞു പോകും. ഓവർലാപ്പിംഗ് കാണിക്കും, അതായത് വലിഞ്ഞു പോകും, കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ സ്പോക്കറ്റ് ഉണ്ടെങ്കിലും ചെയിൻ സ്പോക്കറ്റ് അടിക്കുന്ന കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫുൾ സെറ്റ് മാറ്റേണ്ടി വരും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മാസവും നിങ്ങൾ കയറ്റിയിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യണം. അത് നിർബന്ധമായിട്ട് ചെയ്യണം. മഴയുള്ള സമയത്ത് കൂടുതലായിട്ട് ചെയ്യണം. അത് ഏറ്റവും കൂടുതൽ ചെയിൻ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് മഴ സമയത്താണ്. അപ്പോൾ മഴ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്ത് കൊടുക്കണം. ഓയിൽ ഉടക്കി എന്തെങ്കിലും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നിലവിലിത് ചെയിൻ കവർ ഉള്ളത് ആയതുകൊണ്ട് ഇപ്പോൾ ഓയിൽ അടിച്ചാലും മതി, ഓയിൽ ഗ്രീസ് എന്തെങ്കിലും കൊടുക്കാം. ഓപ്പൺ ചെയിനുള്ള മോഡലൊക്കെയാണെങ്കിൽ ചെയിൻ ലൂബ് ചെയ്ത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതിപ്പോൾ ടൈറ്റ് ചെയ്യാം, പക്ഷേ 100% സൗണ്ട് ക്ലിയർ ആവില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അടി മാറും, പക്ഷേ വണ്ടിയുടെ ചെയിൻ്റെ നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ചെയിൻ ഗ്രീസ് ഇട്ട് കൊടുത്തുവിടാം. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് തോന്നും. 500 കിലോമീറ്റർ കൂടുമ്പോൾ ഫസ്റ്റ് ആദ്യം ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ഒരു 500 കിലോമീറ്റർ ആകുമ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യാൻ നമ്മൾ പറയും. അത് കഴിഞ്ഞ് ഓരോ 1000 കിലോമീറ്ററിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്യാനാണ് പറയാറ്. ഇത് ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്തൊക്കെ ക്ലിയർ ചെയ്ത് തരാം. മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ചെയിൻ കയറ്റി ടൈറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ്റെ നാലിലൊന്നും ക്വാളിറ്റി, ഒന്നാമത് നാലിലൊന്നും ക്വാളിറ്റി ഇല്ല. ആദ്യം തന്നെ ചെയിൻ്റെ ക്വാളിറ്റി ഒന്നും ഇപ്പോൾ തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവും കൂടി വന്നു കഴിഞ്ഞാൽ ചെയിൻ പകുതി ലൈഫാണ് കിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. നമുക്കതുമ്പോൾ കിടക്കുന്നത് കമ്പനി ചെയ്യുന്നത് തന്നെ. പക്ഷേ ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇറങ്ങുന്ന സ്പ്ലെൻഡറിൻ്റെ ചെയിൻ സ്പോക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ലൈഫ് കിട്ടും. 40,000-40,000 കിലോമീറ്ററൊക്കെ ഓടാറുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 20,000 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ കംപ്ലയിൻ്റ് ആണ്. പിന്നെ നമ്മളെ ശ്രദ്ധിക്കാന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാ കൊല്ലം ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നോക്കി, എയർ ഫിൽറ്ററൊന്നും വലിയ കുഴപ്പമില്ല. തുടച്ച് ക്ലീനാക്കി ഇടാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടിയൊക്കെ നമ്മൾ അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അഴിക്കും. അതേപോലെ തന്നെ ഈ ഫോർക്കിൻ്റെ കേസും കൂടി എസ്റ്റിമേറ്റിനകത്ത് കാണിക്കുന്നുണ്ട്. നോക്കിയിട്ട് എന്തെങ്കിലും പറയും. അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ പറയുന്ന എമൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ചെയ്ത് വിടാം. അതല്ലാന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ലീക്കിനേക്കാൾ പോണേക്കാളും മുമ്പ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കയറ്റി അത് ചെയ്തോണം കേട്ടോ. കാരണം അതാ ഞാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ ഫോർക്ക് പൈപ്പ് 2 പൈപ്പിന് തന്നെ വരുമ്പോൾ ഏകദേശം 1000 രൂപ. ഒരു പൈപ്പിന് 1000 രൂപ വരുന്നുണ്ട്. അപ്പോൾ 2 പൈപ്പ് വരുമ്പോൾ 12,000 ചില്ലാൻ വരും. പിന്നെ ആ കൂട്ടത്തിൽ കൂടെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ വീണ്ടും മാറണം. നമുക്ക് ഫ്രണ്ട് ഫോർക്ക്, ഓയിൽ സീൽ, അതേപോലെ തന്നെ ഡസ്റ്റ് സീല്, ലേബർ ചാർജൊക്കെ കൂടി വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 1000-1100 രൂപ ചുരുക്കി നമുക്ക് ചിലവ് വരും. കൂട്ടത്തിൽ കൂടെ 2 പൈപ്പ് കൂടി മാറേണ്ടി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും പൈസ വെറുതെ പോലെ. ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്തുതരാം. പക്ഷേ ഒരല്പം താമസം വരും കേട്ടോ. ഇപ്പോൾ ഫോർക്ക് കൂടി അഴിക്കുമ്പോൾ കുറച്ച് ഡിലേ വരും. എന്നാലും ചെയ്തു പോകണമായിരിക്കും ബെറ്റർ. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല പ്ലഗാണ്, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി.
ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.8. അല്ലെങ്കിൽ ബാറ്ററിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നോരെ എങ്ങനെ തന്നെ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റിക്കളയാം കേട്ടോ. മഴയത്തേക്കാണ് ഏറ്റവും കൂടുതൽ കേബിളുകളൊക്കെ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ ഫോർക്കിൻ്റെ ഓയിൽ സീലടക്കം മാറ്റുമ്പോൾ നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ. ഫോർക്ക് ഓയിൽ സീൽ മാറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ഏകദേശം ഒരു 5-6 മണിക്കുള്ളിൽ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം മാക്സിമം കേട്ടോ.